ഹായ്, വെൽക്കം ടു മൈ ചാനൽ. വൈറ്റൽ സയൻസിൻ്റെ പാർട്ട് 5 ബ്ലഡ് പ്രഷറാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിനൽ സയൻസും എന്ന് പറയുന്നുണ്ട്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബോഡി ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് BP. That is abbreviated as TPR and BP. In this part we are going to deal with blood pressure. അപ്പോൾ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് നോക്കാം. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് അഗെയിൻസ്റ്റ് ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദം. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ബ്ലഡ്, രക്തം അതിൻ്റെ വാൾസിലേക്ക് ചെലുത്തുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ഹാർട്ടിൽ നിന്ന് പല രക്തക്കുഴലുകളാണ്, അല്ല ആർട്ടറീസ് വഴിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തുന്നത്. അശുദ്ധരക്തം അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് വെയിൻസ് വഴിയാണ്. അതും നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഈ രക്തക്കുഴലുകളിലുള്ള ബ്ലഡ് അതിൻ്റെ വാൾസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന, ഇങ്ങനെ ഒഴുകുമ്പോൾ ചില സമയത്ത് അത് ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില കാരണങ്ങളോ കൊണ്ടൊക്കെ അതിന് ഒരു പ്രഷർ ചെലുത്തേണ്ടി വരുന്നു. ഈ ഒഴുകാൻ കൃത്യമായിട്ട് പറ്റാതെ വരുന്ന സമയത്ത് അതൊരു ചെറിയൊരു ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. ആ ഫോഴ്സിനെയാണ് നമ്മൾ BP അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമലി അത് ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്ലഡ് പ്രഷറുണ്ട്, അത് നോർമൽ ബ്ലഡ് പ്രഷറാണ്. അത് 120/80 mmHg ആണ് നോർമലായിട്ടുള്ള ഒരാളുടെ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള എല്ലാവർക്കും ആ ഒരു പ്രഷർ ചെലുത്തിയിട്ടാണ് ബ്ലഡ് ഒഴുകുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പ വഴിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പൈപ്പ് നമ്മൾ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഓസ് നമ്മൾ പൈപ്പിനോട് കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടെ വെള്ളം മറ്റേ എൻഡ് ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ എൻഡിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും, അതിലേക്കൂടെ പുറത്തേക്ക് വീണുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ അറ്റം ഒരു ചെറിയൊരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ള ആ ഓസിൽ മൊത്തം ഒരു പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വാൾസിലേക്ക് ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസിലും സംഭവിക്കുന്നത്. സോ ദ ബ്ലഡ് മൂവ്സ് ഇൻ എ വേവ്. There are two blood pressure measurement, that is systolic and diastolic. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള BP ആണ് ഉള്ളത്. One is systolic blood pressure and another one is diastolic blood pressure. The systolic BP, this is the pressure of the blood as a result of contraction of the ventricles. അപ്പോൾ systolic BP എന്ന് പറയുന്നത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന BPനെയാണ് നമ്മൾ സിസ്റ്റോളിക് BP എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളി വേണ്ട സാധനമാണ്. അതായത് കുറച്ച് ഫോഴ്സ് ചെലുത്തിയിട്ട് ആണ് നമുക്ക് വെൻട്രിക്കിൾസിന് കൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡയസ്റ്റോളിക്കിനെ അപേക്ഷിച്ച് സിസ്റ്റോളിക് BP കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഡയസ്റ്റോളിക് BP നോക്കാം. ഡയസ്റ്റോളിക് BP ഈസ് ദ പ്രഷർ വെൻ ദ വെൻട്രിക്കിൾസ് ആർ അറ്റ് റെസ്റ്റ്. അപ്പോൾ വെൻട്രിക്കിൾസ് റെസ്റ്റിലിരിക്കുമ്പോഴുള്ള BPനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റോളിക് BP എന്താണ്? ഇറ്റ് ഈസ് ദ പ്രഷർ ഓഫ് ദ ബ്ലഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ്, വെറാസ് ഡയസ്റ്റോളിക് BP ഈസ് ദ പ്രഷർ വെൻ ദ വെൻട്രിക്കിൾസ് ആർ അറ്റ് റെസ്റ്റ്. സോ diastolic pressure is then the lower pressure present at all time within the arteries. ഇനി നോക്കാനുള്ളത് പൾസ് പ്രഷറാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് പ്രഷർ ഈസ് കോൾഡ് പൾസ് പ്രഷർ. അതായത് സിസ്റ്റോളിക് പ്രഷറിൻ്റെ അകത്തുനിന്ന് ഡയസ്റ്റോളിക് പ്രഷർ മൈനസ് ചെയ്താൽ കിട്ടുന്ന BPനെയാണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ്
Pulse pressure is the difference between diastolic pressure and systolic pressure. Systolic pressure-നെയും diastolic pressure-നും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ 120 സിസ്റ്റോളിക് പ്രഷറും 80 ഡയസ്റ്റോളിക് പ്രഷറും ആണെങ്കിൽ നോർമലി പൾസ് പ്രഷർ എന്ന് പറയുന്നത് 120 മൈനസ് 80 ഈസ് ഈക്വൽ ടു 40. പൾസ് പ്രഷർ എന്ന് പറയുന്നത് 40 mmHg ആയിരിക്കും. സോ blood pressure is measured in millimeters of mercury. അത് mmHg എന്നാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് mmHgയിലാണ്, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണ് നമ്മൾ പറയുന്നത്. The systolic blood pressure is written over the diastolic blood pressure. ഇപ്പോൾ സിസ്റ്റോളിക് പ്രഷറാണ് കൂടുതൽ ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ബ്ലഡ് പ്രഷർ ആയതുകൊണ്ട് തന്നെ സിസ്റ്റോളിക് പ്രഷർ ആയിരിക്കും കുറച്ച് കൂടുതൽ ഉണ്ടാവുക. അതാണ് നമ്മൾ മേലെ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനടിയിലായിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്, ഡയസ്റ്റോളിക് പ്രഷർ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 120/80 mmHg എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. Then the average BP of a healthy adult is 120/80 mmHg. ഒരു ആവറേജ് BP ഉള്ളൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബി പി എന്ന് പറയുന്നത്, ഒരു ഹെൽത്തി അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബി പി എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 120. ഇത് സിസ്റ്റോളിക് ആണ് ആദ്യം എഴുതിയത്, ഇത് ഡയസ്റ്റോളിക് ആണ്. ഇത് സിസ്റ്റോളിക് ആണ്, ഡയസ്റ്റോളിക് ആണ്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ അതിൻ്റെ പൾസ് പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൈനസ് ചെയ്താൽ 40 mmHg ആണ് കിട്ടുന്നത്. സോ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ നോർമൽ എന്ന് പറയുന്നത് 120 അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ 80. ലെസ് ദാൻ 80 ഇൻ ദ സെൻസ് ഒരു 80 ഇൻ ബിറ്റ്വീൻ 70 to 80 ആണ് നമുക്ക് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ. ഇനി ലോ ബി പി എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബി പി 90 കുറവും ഡയസ്റ്റോളിക് ബി പി 60 കുറവുമാണെങ്കിൽ അത്തരം കേസിന് നമുക്ക് ലോ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കാം. ദെൻ എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ ഇസ് systolic BP in between 120 to 190 mmHg and diastolic BP less than 80 തന്നെ ആയിരിക്കും. Then high BP അഥവാ hypertension stage 1. Stage 1 hypertensionൽ 139 in between 130 to 139 systolic BP or diastolic BP 80 to 89 mmHg. അതിന് ഇൻ ബിറ്റ്വീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 എന്ന് വിളിക്കാം. അതായത് 130/80 ഉള്ള ഒരാളും സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ ആണ്. അതുപോലെ തന്നെ 139/89 ഉള്ള ഒരാളെയും നമുക്ക് എന്ത് വിളിക്കാം, ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 എന്ന് വിളിക്കാം. ദെൻ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 സിസ്റ്റോളിക് ബി പി 140 mmHg ഓർ മോർ ആയിരിക്കും. അതിൽ കൂടുതലാവുമ്പോൾ നമ്മൾ സ്റ്റേജ് 2 ബി പി എന്ന് വിളിക്കുന്നു. 140 mmHg സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്ക് 90 ഓർ ഹയർ mmHg. 90 കൂടുതലാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 എന്ന് വിളിക്കുന്നു. ഇനി ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്, അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ബ്ലഡ് പ്രഷർ 180 mmHg സിസ്റ്റോളിക് പ്രഷറിൽ കൂടുന്നതെന്നും അതിനെ പിന്നെ അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ മോർ ദാൻ 120 mmHg. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലോ ബി പി, നോർമൽ ബി പി, എലിവേറ്റഡ് ബി പി, ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ്. മനസ്സിലായോ? സിസ്റ്റോളിക് ബി പി എങ്ങനെയാണ് ലോയില്, അതുപോലെ ഡയസ്റ്റോളിക് ബി പി എങ്ങനെയാണ് ലോ ബ്ലഡ് പ്രഷർ വരുമ്പോൾ, നോർമൽ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്. നോർമൽ ബ്ലഡ് പ്രഷർ ലെസ് ദാൻ 120 എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഒരു 110 അല്ലെങ്കിൽ ഒരു 100 to
120 ഇൻ ബിറ്റ്വീനിൽ സിസ്റ്റോളിക് വന്നാൽ അത് നമുക്ക് നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 70 to 80 ഡയസ്റ്റോളിക് വന്നാൽ നമുക്ക് നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓരോരുത്തർക്കും ബി പി വ്യത്യസ്തമായിരിക്കും. അതായത് എനിക്കുള്ള ബി പി ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഹെൽത്തി ഇൻഡിവിജ്വൽസിന് തന്നെ എപ്പോഴും 120/80 mmHg കിട്ടണം എന്ന് ശഠിക്കരുത്. ചില സമയത്ത് ചില ആൾക്കാർക്ക് 110/70 ഉണ്ടാവും, അതും നോർമലാണ്. So next we can move on. What all are the factors influencing blood pressure? First factor is age. Blood pressure is lower in children than in adult. അഡൽട്ടിനെക്കാട്ടും കുറവായിരിക്കും കുട്ടികളിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ദ ഓൾഡർ അഡൽട്ട് ഹാസ് ഡിക്രീസ്ഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ആർട്ടറീസ് വിച്ച് ഇൻക്രീസസ് പെരിഫറൽ റെസിസ്റ്റൻസ് ആൻഡ് ദർഫോർ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഓൾഡർ അഡൾട്ടിന് എന്തുകൊണ്ടാണ് ബി പി കൂടുന്നത് എന്ന് ചോദിച്ചാൽ, ദേ ഹാവ് ഡിക്രീസ്ഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ആർട്ടറീസ്. ആർട്ടറീസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നത് മൂലമാണ് അവർക്ക് ബ്ലഡ് പ്രഷർ കുറച്ചും കൂടി കൂടുന്നത്. അതുവഴി പെരിഫറൽ റെസിസ്റ്റൻസ് കൂടും, അതുവഴി ബ്ലഡ് പ്രഷർ കൂടും. ഇലാസ്റ്റിസിറ്റി, ആർട്ടറീസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുകയും അതുവഴി ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു. ദ ലെവൽ ഓഫ് എ ചൈൽഡ്സ് ഓർ അഡൾട്ട്സ് blood pressure is assessed with respect to body size and age. The blood pressure is greater than 140/90 mmHg increase an older adult risk for hypertension and other related illnesses. അപ്പോൾ വലിയൊരാളെ സംബന്ധിച്ചിടത്തോളം 140/90 mmHg കൂടി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷനുള്ള റിസ്ക് ആയി എന്നാണ് പറയുന്നത്. The next one is gender. There is no clinically significant difference in blood pressure level between boys and girls. After puberty, males tend to have high blood pressure readings. After menopause, women tend to have high levels of blood pressure than men of similar age. സാധാരണഗതിയിൽ ബോയ്സും ഗേൾസും തമ്മിൽ ബ്ലഡ് പ്രഷറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽസിനാണ് കുറച്ച് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ മെനോപോസ്, ആർത്തവം നിന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ കാണുന്നത്. അതാണ് ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ഹെൻസ് ദ ബ്ലഡ് പ്രഷർ. ദസ് 20 to 30 minutes of rest following exercise is indicated before measuring the blood pressure. ഇപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളൊരു 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടേ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാവുള്ളൂ. കാരണം ഓൾറെഡി അവർ ഓടി നടന്നിട്ടൊക്കെ വരുവാണെങ്കിൽ, ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിനെ ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂഷ്വലി എടുക്കാറുള്ളൂ, ബി പി മെഷർ ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് എത്നിസിറ്റി. The incidence of hypertension is greater in African Americans than in European Americans. African Americans tend to develop more severe hypertension at an earlier age and have twice the risk for complications such as stroke and heart attack. ആഫ്രിക്കൻ അമേരിക്കൻസ് ആണ് കുറച്ചും കൂടി യൂറോപ്യൻ അമേരിക്കൻസിനെക്കാട്ടും കൂടുതലായിട്ട് ഇത് കാണുന്നത്, ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് കാണുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് സ്ട്രെസ്. സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബ്ലഡ് പ്രഷർ, എല്ലാവരുടെയും ബി പി കൂട്ടാൻ ഇടയാക്കിയ ഒന്നാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആങ്സൈറ്റി, ഫിയർ, pain and emotional stress result in sympathetic stimulation, which increases heart rate, which increases cardiac output and peripheral vascular resistance. ഇപ്പോൾ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന പേടി, അതുപോലെ തന്നെ ഉത്കണ്ഠ, പെയിന്, അതുപോലെ ഇമോഷണലി എന്തെങ്കിലും സംഭവിക്കുന്നത്, ഇപ്പോൾ പെട്ടെന്ന് ഒരാളുടെ മരണം കേൾക്കുമ്പോൾ അപ്പോൾ ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഹാർട്ട് റേറ്റിനെ കൂട്ടുകയും
ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുകയും പെരിഫറൽ വാസ്കുലാർ റെസിസ്റ്റൻസ് കൂടുകയും അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ട്രെസ്സ് വരുമ്പോഴുള്ള പ്രശ്നം. ബി പി കൂടാനുള്ള സാധ്യതയുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കേഷൻസ്. സം മെഡിക്കേഷൻസ് ക്യാൻ ഡയറക്ട്ലി or indirectly affect blood pressure. During blood pressure assessment, the nurse asks whether the client is receiving antihypertensive or other cardiac medications which lower blood pressure. Narcotic analgesics also lower BP. നാർക്കോട്ടിക് അനാൽജസിക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബി പി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കാർഡിയാക് മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ അവർ ബി പി കുറയ്ക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. So, next one is weight. Blood pressure is usually higher in people who are obese than in those who are thin. ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്നവരെ അപേക്ഷിച്ച് കുറച്ച് ഒബീസ് ആയിട്ടുള്ള തടിയുള്ള പേഷ്യൻസിന് ബി പി കൂടുതലായിട്ട് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഫുഡ് ഇൻടേക്ക്. ഫുഡ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫാക്ടറും കൂടിയാണ് ഫുഡ് എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ ഇൻക്രീസസ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബി പി ശകലം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇൻടേക്കിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ പാക്കറ്റ്സ് ഫുഡ്സ്, കൂടുതൽ ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്ത് പോരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബി പി കൂടാനുള്ള ഒരു റിസ്ക്കും കൂടിയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ബ്ലഡ് പ്രഷർ കൂടാനുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇന്നത്തെ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഡയറ്റ് രീതിയാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. The next factor is hemorrhage. Hemorrhage എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. ഇറ്റ് കോസസ് എ ലോ ബി പി ബൈ ഡിക്രീസിങ് ബ്ലഡ് വോളിയം. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ബ്ലീഡ് ചെയ്തിട്ട് രക്തം വാർന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ബ്ലഡ് വോളിയം കുറയുന്നത് കൊണ്ട് തന്നെ ബി പിയും കുറയാനുള്ള സാധ്യത കൂടുതലാണ്. The next one is any disease condition or pathology. Diseases affecting the circulatory system and kidney may have increased the blood pressure. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ കിഡ്നി കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ബി പി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫാക്ടേഴ്സിനെ പറ്റി പറയാനുള്ളൂ. ഏജ്, സ്ട്രെസ്, എത്നിസിറ്റി, ജെൻഡർ, എക്സസൈസ്, വെയ്റ്റ്, ഫുഡ് ഇൻടേക്ക്, മെഡിക്കേഷൻസ്, പാത്തോളജി ആൻഡ് ഹെമറേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ സൈറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് അപ്പർ ആം. നമ്മൾ എവിടെയൊക്കെയാണ് ബി പി നോക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പർ ആം, ദ ബി പി ഈസ് യൂഷ്വലി അസസ് in the client's upper arm, that is in the brachial artery with a standard stethoscope. ഒരു സ്റ്റാൻഡേർഡ് സ്റ്റെതസ്കോപ്പും അതുപോലെ തന്നെ സ്പിഗ്മോമാറ്റോമീറ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പർ ആമിൽ ബി പി മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പിഗ്മോമാനോമീറ്ററിൻ്റെ പാർട്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് തൈ. തൈസിലും തൊടയിലും നമ്മൾ എടുക്കാറുണ്ട്. അസസിങ് ദ ബി പി ഓൺ എ ക്ലൈൻറ്റ്സ് തൈ ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദീസ് സിറ്റുവേഷൻസ്. ചില സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ തൈസിൽ എടുക്കാറുള്ളൂ. അതിലൊന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ ബ്ലഡ് പ്രഷർ ഈസ് കനോട്ട് മെഷേർഡ് ഓൺ ഐദർ ആം. രണ്ട് കൈയിലും എടുക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം, ബിക്കോസ് ഓഫ് ബേൺസ് ഓർ അതർ ട്രോമ. എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളലുകളൊക്കെ അപ്പർ ആംസിൽ കൈകളിൽ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എല്ല് പൊട്ടുമോ, രണ്ട് എല്ലും പൊട്ടിപ്പോയി അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ വേറെ എവിടെയും എടുക്കാൻ സാധ്യതയില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ തൈസ്. തൈയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതർ കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ഈസ് വൺ തൈ ഈസ് ടു ബി കമ്പയർഡ് വിത്ത് ബ്ലഡ് പ്രഷർ ഇൻ ദ അതർ തൈ. ചില സമയത്ത് നമുക്ക് ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഒരു തൈ
ഉള്ള ബി പി മറ്റേ തൈയിലുള്ള ബി പി ആയിട്ട് കമ്പയർ ചെയ്യേണ്ട സമയത്ത് മാത്രമേ നമ്മൾ തൈയിൽ ബി പി എടുക്കാറുള്ളൂ. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അപ്പർ ആമിൽ തന്നെയാണ് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ തൈസിൽ ബി പി നോക്കുന്നത്. വൺ ഈസ് ദ ബി പി കനോട്ട് ബി മെഷേർഡ് ഓൺ ഐദർ ആം ബിക്കോസ് ഓഫ് എനി burns or other trauma to the arms. And another condition is the blood pressure is one thigh is compared, it's to be compared with blood pressure in the other thigh. ഒരു തൈയും മറ്റേ തൈയും തമ്മിൽ ബി പി വേരിയേഷൻ നോക്കണം എങ്കിലും പിന്നെ ട്രോമയും ബേൺസും ബോത്ത് അപ്പർ ആംസിൽ ഉണ്ടെങ്കിലും മാത്രമാണ് നമ്മൾ ബ്ലഡ് പ്രഷർ തൈസിൽ നോക്കുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പർ ആമിലാണ്. Then blood pressure is not measured on a client arm or thigh in the following situations. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആമിലും തൈയിലും നമ്മൾ എടുക്കാത്തത് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ ഈസ് ദ ഷോൾഡർ, ആം ഓർ ഹാൻഡ് ഓർ ദ ഹിപ്പ്, നീസ് ഓർ ആങ്കിൾ ഇസ് ഇൻജ്യൂർഡ്. അപ്പം തോള്, അതുപോലെ തന്നെ കൈ, ഇടുപ്പ്, മുട്ട്, കാല് എല്ലാം ഇഞ്ചോർഡ് ആയെങ്കിൽ നമുക്ക് ഇവിടെ ഈ ആംസിലും എടുക്കാൻ പറ്റില്ല, തൈസിലും എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാൻഡേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ബാൻഡേജ് ഈ ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ബി പി ഇത്തരം ഭാഗങ്ങളിൽ എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ക്ലൈൻറ്റ് ഹാസ് ഹാഡ് റിമൂവൽ ഓഫ് ആക്സിലറി ഓർ ഹിപ്പ് ലിംഫ് നോഡ്സ് ഓൺ ദാറ്റ് സൈഡ്. അപ്പോൾ ആക്സിലറി അല്ലെങ്കിൽ ഹിപ്പ് ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ റിമൂവ് ചെയ്തത് ആ ഭാഗത്തുള്ള ബി പി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലൈൻറ്റ് ഹാസ് ആൻ ഇൻട്രാവിനസ് ഇൻഫ്യൂഷൻ ഓഫ് ദ ലിംബ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വലത്ത് ഭാഗത്ത് എടുക്കാൻ പോവുകയാണ്, അപ്പോൾ വലത് ഭാഗത്ത് IV ഒരു ലൈൻ പോകുന്നുണ്ട്, ഒരു ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ഓപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഇല്ലാത്ത ഭാഗം, നെക്സ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് ദ ക്ലൈൻറ്റ് ഹാസ് ആൻ ആർട്രിയോവീനസ് ഫിസ്റ്റുല. ഫിസ്റ്റുല ഉള്ള കൈകളിലും അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലും നമ്മൾ എടുക്കില്ല. അതായത് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് ഫിസ്റ്റുല കാണും. അപ്പോൾ അങ്ങനെയുള്ള AV ഫിസ്റ്റുല ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ആ ഭാഗങ്ങളിൽ എടുക്കില്ല. അതില്ലാത്ത ഭാഗം നമ്മൾ ഓപ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ദ നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് BP മെഷർമെൻറ്റ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബി പി മെഷർമെൻറ്റ് നോക്കാം. വൺ ഈസ് ഡയറക്റ്റ് ഇൻവാസീവ് മെത്തേഡ് ആൻഡ് അനദർ വൺ ഈസ് ഇൻഡയറക്റ്റ് നോൺ ഇൻവാസീവ് മെത്തേഡ്. ഡയറക്റ്റ് ഇൻവാസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബ്രാക്കിയയിലേക്കോ റേഡിയയിലേക്കോ ഫെമോറൽ ആർട്ടറി ത്രൂ നമ്മൾ ഒരു കത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Arterial pressure is represented as wave-like forms displayed on an oscilloscope with correct placement. This pressure reading is highly accurate. അപ്പോൾ നമ്മളിതൊരു ആർട്ടീരിയൽ പ്രഷർ ഡയറക്റ്റ്ലി മെഷർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻവാസീവ് എന്ന് പറയുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻവാസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇൻവാസീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കത്തീറ്റർ നമ്മൾ ആർട്ടറീസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻവാസീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഹൈലി ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് നോൺ ഇൻവാസീവ് മെഷർമെൻറ്റ്. നോൺ ഇൻവാസീവ് എന്ന് പറയുന്നത് പെയിൻ ഇല്ലാത്ത. അപ്പോൾ പെയിൻ ഇല്ലാത്ത മെഷർമെൻറ്റ് നമ്മൾ സാധാരണ സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്തിട്ട് നോക്കുന്ന പാൽപേറ്ററി ആൻഡ് ഓസ്കൾട്ടറി മെത്തേഡാണ്. ദെൻ ടൈപ്സ് ഓഫ് BP. ഏതൊക്കെ ടൈപ്സ് ഓഫ് BP എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ. അതായത് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ. എ ബ്ലഡ് പ്രഷർ ദാറ്റ് ഈസ് പെർസിസ്റ്റൻ്റ്ലി എബോവ് നോർമൽ ഇസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ എല്ലായ്പ്പോഴും കൂടി നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന്. എൻ എലിവേറ്റഡ് BP of unknown cause is known as primary hypertension. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കാരണം അറിയാത്ത കാരണം കൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നും, ആൻഡ് എലിവേറ്റഡ് BP ഓഫ് നോൺ കോസ് ഇസ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്
നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് കാരണം അറിഞ്ഞുകൊണ്ട് ഇന്ന കാരണം കൊണ്ടാണ് അവർക്ക് BP ഉണ്ടാവുന്നത് എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നുമാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു കാരണവുമില്ലാതെ അയാളുടെ BP കൂടുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന്. അതായത് ഒരു പേഷ്യൻ്റ് നല്ല ഒബീസ് പേഷ്യൻ്റാണ്, നല്ല തടിയുള്ളൊരു പേഷ്യൻ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് BP കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള BPനെ നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണ് വേറെ ഒരു കാരണവുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോസസ് ഒന്നും തന്നെ അയാൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല, പക്ഷേ സ്റ്റിൽ അയാളുടെ BP കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള BPനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന്. The diagnosis of hypertension is made when the average of 2 or more diastolic reading on 2 visits subsequent to the clinical assessment is 90 mmHg or higher reading on, or when the average of multiple systolic blood pressure reading is higher than 140 mmHg. അപ്പോൾ ഒരാളുടെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 വിസിറ്റിലാണ്. അതായത് ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞ് ഇന്ന് ഒരാൾക്ക് പെട്ടെന്ന് BP കൂടുതലായി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ ഒരിക്കലും ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് എന്ന് പറയില്ല. അയാളോട് വേറൊരു ദിവസം കൂടി ചെക്കപ്പിനായിട്ട് വരാൻ പറയും. ആ ദിവസവും നമ്മൾ BP ചെക്ക് ചെയ്യുന്നു. എന്നിട്ടും കൂടുതൽ തന്നെയാണെങ്കിൽ നമുക്ക് അയാളെ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് എന്ന് വിളിക്കാം. Hypertension is noted with diastolic reading greater than 90 mmHg and systolic reading greater than 140 mmHg. അതിൽ തന്നെ ഡയസ്റ്റോളിക് നമുക്ക് 90 mmHg കൂടുതൽ കിട്ടണം, സിസ്റ്റോളിക് 140 mmHg കൂടുതൽ കിട്ടണം. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷനാണ് എന്ന് പറയാം. Then next one is hypotension. Hypotension or low blood pressure. Decreased blood pressure is considered when the systolic blood pressure falls to 90 mmHg or below. Hypotension occurs because of dilation of the arteries in the vascular bed or the loss of substantial amount of blood volume or the failure of heart muscles to pump adequately. ഇപ്പോൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് ലോ ബ്ലഡ് പ്രഷറാണ്. സിസ്റ്റോളിക് BP 90 mmHg കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പോടെൻഷൻ അഥവാ ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെ എത്രമാത്രം സീരിയസ് ഇഷ്യൂ ആണോ അത്രമാത്രം സീരിയസ് തന്നെയാണ് ഹൈപ്പോടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ലോ BP എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ വാസ് orthostatic hypotension or postural hypotension. It is a form of low blood pressure that happens when the client sits or stands suddenly from a lying down position. ഇത് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പൊസിഷൻ ചേഞ്ചിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ കിടന്നിട്ട് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് തല ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതിന് കാരണം ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനാണ്. അതായത് നമ്മൾ കിടക്കുന്ന സമയത്തുള്ള ബ്ലഡ് പ്രഷർ അല്ല നമുക്ക് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന. അങ്ങനെ ഒരു പ്രത്യേകിച്ചും ക്ഷീണമോ അല്ലെ വീക്ക്നെസ്സോ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വീക്ക്നെസ് ഓർ ഫെയിൻറ്റിംഗ് വേർ വൺ റൈസ് ടു ആൻ ഇറക്റ്റ് പൊസിഷൻസ് ഐദർ സുപ്പൈൻ ഓർ സിറ്റിംഗ്. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷറിൽ പറയാനുള്ളത്. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോടെൻഷൻ, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. പിന്നെയുണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഉണ്ട്, പ്രീ എക്ലാംഷ്യ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ഇത്രയും മാത്രം ഓർത്ത് വെക്കുക: ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോടെൻഷൻ ആൻഡ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ഡിവൈസസ് യൂസ്ഡ് ഫോർ അസസിങ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡിവൈസസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് നോൺ ഇൻവാസീവ് BP മോണിറ്റർ. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ മോണിറ്റർ മീൻസ് ഇലക്ട്രോണിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ സെൻസ് vibrations within the artery wall, record the blood pressure reading and display these digital numbers. They also may provide measurements of pulse oximetry and temperature. ഇത് ഒരു നോൺ ഇൻവാസീവ് ആണ്, പെയിൻ ഒന്നും ഉണ്ടാവില്ല. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക്
ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ റീഡിങ്സ് അതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൾസും ടെമ്പറേച്ചറും ഒക്കെ അതിനകത്ത് റീഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് Doppler ultrasound. The blood pressure may be taken with an ultrasound or Doppler apparatus which amplifies sound. This is especially useful if the sounds are indistinct or are inaudible with a regular stethoscope. ഇപ്പോൾ റെഗുലർ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്പിഗ്മോമാനോമീറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ബ്ലഡ് പ്രഷർ അസസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ, ഇൻഓഡിബിൾ ആണ് നമ്മൾ ആ പൾസ് എങ്കിൽ, വി ക്യാൻ യൂസ് ഫോർ ഡോപ്ലർ അൾട്രാസൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ട്രാൻസ്ഡ്യൂസർ വഴി നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും വ്യക്തമായിട്ട്. അപ്പോൾ ആ ട്രാൻസ്ഡ്യൂസർ വഴി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും, അതുവഴി BP അസസ് ചെയ്യാൻ പറ്റും. അതാണ് ഡോപ്ലർ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ blood pressure directly through the insertion of a thin catheter into an artery. ഒരു ആർട്ടീരിയൽ ലൈൻ ഇട്ട് കൊടുക്കുക. കുറച്ച് പെയിൻഫുൾ ആണ്. ദ ടിപ്പ് ഓഫ് ദ കത്തീറ്റർ സെൻസ് ദ പ്രഷർ ആൻഡ് ട്രാൻസ്മിറ്റ് ദിസ് ഇൻഫോർമേഷൻ ടു എ മെഷീൻ ദാറ്റ് ഡിസ്പ്ലേസ് ദ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് BP in a wave form. This technique is used as primarily in intensive care areas. ഇലക്ട്രോണിക് മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് an electronic pressure transducer can be connected to a patient to find pressure in a thin tube called catheter. ഒരു കത്തീറ്റർ വഴിയാണ് ഇതിൻ്റെ അറ്റത്ത് ആ ഒരു മെഷർമെൻറ്റ് കാണിച്ചിരിക്കും. അത് കുറച്ച് പെയിൻഫുൾ ആണ്. Then next one is sphygmomanometer and a stethoscope. There are two types of sphygmomanometer. Aneroid BP cuff. അത് ഫസ്റ്റ് കാണുന്ന അനേറോഡ് BP cuff. ഇറ്റ് ഈസ് എ കാലിബ്രേറ്റഡ് ഡയൽ വിത്ത് എ നീഡിൽ. അത് ഒരു കാലിബ്രേറ്റഡ് ഡയൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ട്യൂബിങ്സും കഫും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റെതസ്കോപ്പ് നമ്മൾ അതിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ അനേറോയിഡ് സ്പിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിരിക്കുന്ന മാനോമീറ്ററാണ്. ദാറ്റ് ഈസ് ഇത് മെർക്കുറി സ്പിഗ്മോമാനോമീറ്റർ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. അതിന് പാർട്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തു തരാം. ദെൻ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മെർക്കുറി മാനോമീറ്റർ കണക്ട് ചെയ്യുന്നത് ആദ്യം ഡീഫ്ലേറ്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് BP എടുക്കുന്നതിനെ പറ്റിയിട്ടും BP അപ്പാരറ്റസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.